നമസ്കാരം. കേരള രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്ന സംഭവമായിരുന്നു മുൻ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ്. പാലക്കാട്ടെ KPM റീജൻസി ഹോട്ടലിൽ അർദ്ധരാത്രി അരങ്ങേറിയ നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് ക്രൈംബ്രാഞ്ച് സംഘം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. മൂന്നാമതൊരു ലൈംഗിക പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ നടന്ന ഈ മിന്നൽ പരിശോധനയിൽ പോലീസുമായി സഹകരിക്കാൻ രാഹുൽ തുടക്കത്തിൽ തയ്യാറായിരുന്നില്ല. വാതിൽ തുറക്കാൻ പോലും വിസമ്മതിച്ചതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർമ്മതപൂർവ്വം മുറിക്കുള്ളിൽ പ്രവേശിച്ച് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നു. രാഷ്ട്രീയ എതിരാളികളുടെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ആരോപിക്കുമ്പോഴും ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നീക്കമെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച ശേഷമാണ് അന്വേഷണ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായിട്ടുള്ള ചില നിയമ നടപടികൾക്ക് പോലീസ് മുതിർന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ അറസ്റ്റ് മെമ്മോയിലും ഇൻസ്പെക്ഷൻ മെമ്മോയിലും ഒപ്പിടാൻ രാഹുൽ പൂർണ്ണമായി വിസമ്മതിച്ചു. പോലീസിന്റെ നടപടികൾ നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഈ നിസ്സഹകരണം അന്വേഷണ സംഘത്തെ ഏറെ പ്രതിസന്ധിയിലാക്കി. സാധാരണഗതിയിൽ പ്രതിയുടെ ഒപ്പില്ലാതെ ഇത്തരം രേഖകൾ പൂർത്തിയാക്കുന്നത് നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾക്ക് കാരണമാകാറുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി മറികടക്കാൻ ഗസറ്റഡ് ഓഫീസർ ആയുധം പ്രയോഗിക്കാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു. പ്രതി ഒപ്പിടാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഗസറ്റഡ് പദവിയിലുള്ള ഉദ്യോഗസ്ഥരെ നേരിട്ട് സാക്ഷികളാക്കി അവരുടെ സാന്നിധ്യത്തിൽ നടപടികൾ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയാണ് ഇവിടെ അവലംബിച്ചത്. അന്വേഷണ ചരിത്രത്തിൽ അത്യപൂർവമായിട്ടുള്ള ഈ നീക്കത്തിലൂടെ രാഹുലിന്റെ നിസ്സഹകരണത്തെ നിയമപരമായി തന്നെ പോലീസ് മറികടന്നു. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രതി ഒപ്പിടാൻ വിസമ്മതിക്കുന്നുവെന്ന് രേഖപ്പെടുത്തുകയും അതിൽ സാക്ഷികളായി ഒപ്പിടുകയും ചെയ്തതോടെ അറസ്റ്റ് നടപടികൾക്ക് ഔദ്യോഗിക സാധുത ലഭിച്ചു. ഇതോടൊപ്പം തന്നെ അറസ്റ്റ് വിവരം ബന്ധുക്കളെ അറിയിച്ചു എന്ന നിയമപരമായിട്ടുള്ള ബാധ്യത നിറവേറ്റുന്നതിനായിട്ട് രാഹുലിനെ സന്ദർശിക്കാനെത്തിയ ബന്ധുവിൽ നിന്ന് പോലീസ് രേഖാമൂലം ഒപ്പുവാങ്ങി. പ്രതിഭാഗം ഉന്നയിക്കാവുന്ന സാങ്കേതികമായിട്ടുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള നീക്കമായിരുന്നു നടന്നത്. ഇത്തരമൊരു നടപടിക്രമം സാധാരണ കേസുകളിൽ കണ്ടുവരാറില്ലാത്തതിനാൽ തന്നെ നിയമവിദഗ്ധർക്കിടയിലും ഈ വിഷയം വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. മാവേലിക്കര സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുലിനെ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാനായിട്ട് മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് ഉത്തരവിട്ടിരിക്കുകയാണ്. പ്രതിഭാഗം സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിച്ച വേളയിലാണ് കോടതി ഈ നിർദ്ദേശം നൽകിയത്. അറസ്റ്റ് സംബന്ധിച്ച രേഖകളും കേസ് ഡയറിയും പത്തനംതിട്ടയിൽ നിന്നും പ്രത്യേക ദൂതൻ വഴി തിരുവല്ല കോടതിയിൽ എത്തിച്ചിരുന്നു. അന്വേഷണ റിപ്പോർട്ട് വിശദമായിട്ട് പരിശോധിച്ച ശേഷം മാത്രമേ ജാമ്യാപേക്ഷയിൽ കോടതി അന്തിമ വിധി പ്രസ്താവിക്കുകയുള്ളൂ. ഇതിനിടയിൽ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും അതിനാൽ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നും ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകാനും ഒരുങ്ങിയിരിക്കുകയാണ്. അറസ്റ്റിനെ ചൊല്ലി രാഷ്ട്രീയ ചേരികളിൽ വാക്പോര് മുറുകുമ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ രാഹുലിന് നൽകുന്ന പിന്തുണ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. രാഹുലിനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ വെറും രാഷ്ട്രീയ നാടകമാണെന്നും അദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഭയന്നവർ കെട്ടിച്ചമച്ച ഗൂഢാലോചനയാണ് ഇതെന്നും അവർ ശക്തമായി വാദിക്കുന്നു. സത്യം അധികകാലം മൂടിവെക്കാൻ കഴിയില്ലെന്നും കോടതിയിലൂടെ രാഹുൽ നിരപരാധിത്വം തെളിയിക്കുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പാർട്ടിയിലെ തന്നെ ചില പ്രമുഖ നേതാക്കൾ ഇപ്പോഴും പരസ്യമായ പിന്തുണ നൽകുന്നത് രാഷ്ട്രീയമായ പുതിയ സമവാക്യങ്ങൾക്ക് വഴിമാറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതിയിൽ ഹാജരാക്കുന്ന വേളയിൽ വൻ പ്രതിഷേധ പ്രകടനങ്ങളാണ് പരിസരങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത്. UDF പ്രവർത്തകർ പോലീസിനെതിരെയും സർക്കാരിനെതിരെയും മുദ്രാവാക്യങ്ങളുമായിട്ട് തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ടായി. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ പോലീസിനെ ആയുധമാക്കുന്നുവെന്ന പരാതി ശക്തമായി ഉയർന്ന സാഹചര്യത്തിൽ ഈ കേസ് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ അലയൊഴികൾ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മജിസ്ട്രേറ്റ് കോടതിയുടെ തീരുമാനവും കസ്റ്റഡി അപേക്ഷയിലെ വിധിയും രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയിലും കേസിന്റെ പോക്കിലുമൊക്കെ തന്നെ നിർണായകമായി മാറും. പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും മേഖല ഇപ്പോഴും സംഘർഷാവസ്ഥയിൽ നിലനിൽക്കുകയാണ്.